ഉപ്പാപ്പാന്റെ അടുക്കലേക്ക് വന്നിട്ട് മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചു. ഒരിക്കലും ഉപ്പാപ്പ ഇസ്ലാമത്തിന്റെ ആളെ കൊണ്ടുവന്നിട്ടില്ല. അമ്പലങ്ങളുടെ സ്വഭാവ മഹിമ കണ്ട് പെരുമാറ്റം കണ്ട് ഒരുപാട് ദളിതരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാലോ. പിന്നെ മോദി ഒരു കളിയാട്ടക്കാരൻ എന്തുകൊണ്ടാ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് വീടില്ല, എന്റെ വീടെല്ലാം ജന്മിമാരെ തച്ചു തൊട്ടു വീടില്ല. ഇപ്പൊ മോദിയെ വിളിക്കുന്നു, മോദിയുടെ പ്രമാണിമാരോട് പറയുന്നു, ഈ സ്ത്രീക്ക് വീടുണ്ടാക്കണം, വീട് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ പെണ്ണ് പറയുന്നു, നിങ്ങളെ ആചാരപ്രകാരം ആഘോഷിക്കണം. അങ്ങനെ തങ്ങൾ പറയുന്നു, അത് ഇടവം 15 അല്ലേ? ഇടവം 15 കളിയാട്ടം നടക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ആ ഇടവം 15 കളിയാട്ടോത്സവം. അത് ദളിതരുടെ പാവപ്പെട്ടവരുടെ ആഘോഷമാണ്. അങ്ങനെയാണ് മമ്പുറം കളിയാട്ടോത്സവം വരുന്നത്. പ്രിയപ്പെട്ടവരെ, മമ്പുറം തങ്ങളുടെ മതസാഹോദര്യമാണ്. നമുക്കറിയാം, മമ്പുറം തങ്ങളുടെ പൊതുനായിയായിരുന്നു. മതസൗഹാർദ്ദം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നമുക്കറിയാം, ബ്രിട്ടീഷുകാരോട് സമരമില്ലാതെ ഒരു നിലക്കും സന്ധിയില്ലാതെ സമരം നടത്തിയ മഹാനാണ് മമ്പുറത്തൂർ പാപ്പ. മമ്പുറത്തങ്ങൾ 17 വയസ്സായപ്പോ, ശ്രദ്ധിക്കാട്ടോ, 17 വയസ്സായപ്പോ മമ്പുറത്തൂർ പാപ്പ ജമാഅത്തിന് വരുന്നില്ല. അതിലൊരു പരാതി, പള്ളിയിൽ ഉസ്താദിന് പരാതി. തങ്ങളൊക്കെ ശരിയാണ്, പള്ളിക്ക് വരുന്നില്ല. അങ്ങനെ പള്ളിക്ക് പോയി, ജുമാക്ക് പോയി, തെക്കിലീരട്ടിങ്ങാണ്ട് അമ്പലങ്ങൾ കൈയിട്ട് പോയി, കൈയ്ച്ചാണ്ട് പോകും. അപ്പൊ ആൾക്കാർ ആകെ എന്താ പരിപാടി, പള്ളിക്ക് വരാത്ത പ്രശ്നമാണ്, പള്ളിക്ക് വന്നിട്ട് ആകെ നെരുപ്പാക്കി പോവാണല്ലോ. അപ്പൊ തങ്ങളുടെ എന്ത് പരിപാടി ഉസ്താദ് തെക്കിലീർ കെട്ടിപ്പോ ഉസ്താദ് കറവപ്പശുവിന്റെ വയക്കിലാണ്. ഉസ്താദ് കറവപ്പശുവിനെ കളിക്കാണ്. ഉസ്താദില്ല. അപ്പോ ഉസ്താദിന്റെ ഭാര്യക്ക് അസുഖം ഉണ്ടായിരുന്നു. നല്ല പാല് കിട്ടുന്ന പശുവിന്റെ പാല് കുടിക്കണം. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ആലോചിക്കാണ്. ഒരാളെ കാണുന്ന ഒരു പശു വിൽപ്പനക്കാരനെ കാണുന്നു. അങ്ങനെ നിസ്കാരത്തിലേക്ക് വരുന്നു. മനസ്സിലാണ് അയാളോട് ഇങ്ങനെ ചോദിക്കാം, പൈസ എത്ര ഉണ്ടാവും, ഇന്നത്തെ പശു കിട്ടാൻ. ഇതാണ് ഉസ്താദ് മനസ്സിലായി. അത് ആരറിയുന്നു? 17 വയസ്സുള്ള മമ്പുറത്തെ ഉപ്പാപ്പ അറിയുന്നു. അപ്പൊ ഉസ്താദ് അറിയുന്നല്ലോ, മാപ്പ് പറയാൻ പൊരുത്തപ്പെടണോട്ടോ. അപ്പോ മനസ്സിനകത്തുള്ളത് അറിഞ്ഞു മമ്പുറത്തൂർ പാപ്പ. നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയുടെയും സുബഹ് മമ്പുറത്തൂർ പാപ്പ മക്കത്തെ പള്ളിയിൽ നാം നിസ്കരിച്ചിരുന്നത്. ഹറമിലെ പള്ളിയിൽ നിന്ന് മമ്പുറത്തൂർ പാപ്പ എല്ലാ വെള്ളിയാഴ്ചയുടെയും സുബഹ് നിസ്കരിച്ചിരുന്നത്. അതേ നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മമ്പുറത്തെത്തു ചെയ്യും. എങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ കാണുന്ന കണ്ണ് ഞാനാകും, അവർ നടക്കുന്നത് കാല് ഞാനാകും, അവര് പിടിക്കുന്ന കൈ ഞാനാകും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ ഇപ്പോ ഇതൊക്കെ ഉണ്ടാവും. കാരണം മമ്പുറത്തെ പാപ്പാനെ സുബഹിക്ക് ഹറമിൽ നിന്ന് കണ്ട മമ്പുറത്തുകാരുണ്ട്, ഇവിടുന്ന് മമ്പുറത്ത് നിന്ന് കണ്ട നാട്ടുകാരുണ്ടല്ലോ. ഇത് ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, മമ്പുറത്തെ പാപ്പാനിലും കാലത്ത് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ വീട്ടുപകരം മോഷണം പോയി. വീട്ടുപകരം അയമ്പ് കൊയിലാണ്ടിയിൽ തങ്ങൾക്ക് ഫാത്തിമ എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ കൊയിലാണ്ടിയിലെ ഭാര്യയാണ്. ഭാര്യ രോഗിയായപ്പോൾ തങ്ങൾക്ക് പോകാൻ പറ്റില്ല. രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഫാത്തിമ, നിങ്ങളെ ഭാര്യ ഫാത്തിമ ബീവി മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടു പോണല്ലോ, ഭർത്താവ് ഭാര്യ കാണാൻ മരിച്ചിട്ട് പോയി. മോശം ആൾക്കാർ ഇങ്ങനെ പറയാൻ, എന്ത് തങ്ങൾ മരിച്ചിട്ട് വന്നിട്ടില്ല, എന്തെങ്കില് തങ്ങൾ നേരെ മരിച്ച വീട്ടുകാണ്ട് പോകുകയും ഭാര്യ വീട്ടുകാണ്ട് കയറിയിട്ട് എന്ത് അവിടെ നീപ്പിച്ചു. ഫാത്തിമ ബീവി എണീറ്റു. അങ്ങനെ അവർ ഇങ്ങനെ വരുമ്പോ ഫാത്തിമ ബീവിക്ക് മണം, മയ്യത്തിന്റെ മണം ഇങ്ങനെ മണക്കണോ. ഉടനെ പറഞ്ഞു, പനിനീർ കൊണ്ട് നിങ്ങൾ ഇതാക്കിക്കോളൂ, കഴിക്കോളൂ. പനീർ ഇങ്ങനെ തുടച്ചെടുത്തു. അങ്ങനെ പനീർ പിന്നീട് ശേഷനായ മകനാണ് തങ്ങൾ. പൂക്കോയാണ് പറഞ്ഞ പൂ, പനിനീർ, പൂവിന്റെ ഗന്ധമുള്ള ഹോജ എന്നാണ് ഫضل പൂക്കോയ തങ്ങൾ. അറിയാലോ നമുക്ക്, മമ്പുറത്തൂർ പാപ്പാന്റെ മകനാണ് ഫضل പൂക്കോയ തങ്ങൾ. അന്തമാനത്ത് നാടകടിക്കുന്ന പറയുന്നതല്ല, ലക്ഷദ്വീപിലാണെന്ന് പറയുന്നുണ്ട്. മമ്പുറത്തൂർ പാപ്പാന്റെ മകനാണ് ഫضل പൂക്കോയ തങ്ങൾ. ഏത് ഈ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ് അതിനുശേഷം ജീവിതം കിട്ടി, അതിലുണ്ടായ മകനാണ് ഫضل പൂക്കോയ തങ്ങൾ. പ്രിയപ്പെട്ടതൊക്കെ നമ്മൾ മനസ്സിലാക്കട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് മമ്പുറത്തങ്ങള്, എന്ത് മമ്പുറപ്പാപ്പ, എന്ത് ഔലിയാക്കൾ, അങ്ങനൊന്നുമില്ല, സാധാരണക്കാരനെ പറയും. അതുകൊണ്ട് ഈ കറാമത്തുകളൊക്കെ, ഈ ചരിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കണം, ഇഞ്ചി
മസ്ജിദ് ചെയ്ത് വെക്കണം, ഒരിക്കലും മായാതെ മറയാതെ വെക്കണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞങ്ങൾ പാപ്പാനെ അടുത്ത് വന്നു. നിങ്ങളതിന്റെ വല കളവ് പോയല്ലോ, നീ പിടിക്കുന്ന വല കളവ് പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഒരു പൂട്ട് കൊടുത്തു. ചാവി കൊടുത്തപ്പോ മഴ ചാവിട്ട് പോകണം. ഇതെന്താ വലയും കാള കളവ് പോയി, കാള കളവ് പോയ ഒരു പൂട്ട് ചാവി കൊടുക്കണം. ഇതിപ്പോ കാള പോയി ചാവി എത്തിക്കണേ. അപ്പൊ ഇങ്ങനെ അതുപോലെ നല്ല മഴ കിട്ടും. മഴ ചെയ്തപ്പോ ഒരു പീടികൊലയിലാണ് പിടിക്കുന്നത്. പീടികത്തിന്റെ പൂട്ടിക്കണം. അപ്പൊ അയാൾക്ക് തോന്നുകയാണ്, ഈ ചാവി വെച്ചോക്കിയല്ലോ, ചാവി വെച്ചോക്കി തുറന്നപ്പോ വാതി തുറന്നപ്പോ അവിടെ ഇട്ട് കാണാം. അപ്പൊ മനസ്സിലായി ഈ ചാവി ഇടുന്നതാണ്. അപ്പോ നേരത്തെ അറിഞ്ഞു. പറയപ്പെടുന്ന ഒരുപാട് കരാമത്തുകളാണ് തങ്ങൾ മഹാനായ അംബുറം സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിന്റെ കുത്തുബാണ്. അല്ലാഹു തന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച മഹാനാണ് സയ്യിദ് അലവി അംബുറം തങ്ങൾ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ ഒരുപാട് കരാമത്തുകൾ വരുന്നുണ്ട്. എല്ലാം പറയുന്നില്ല. അപ്പോ നമ്മൾ എപ്പോഴും അംബുറത്തിന്റെ പേരിൽ ഊതിക്കൊണ്ടിരിക്കണം. നമ്മള് റസൂലുള്ളാഹിന്റെ പേരിൽ, അംബുറങ്ങളുടെ പേരിൽ, അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ഒരു യാസീൻ ഒരു ഫാത്തിഹ നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കണം. എങ്കിലേ നാളെ ഒരു തലമുറ നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതാണ്ടാവും. അങ്ങനെയല്ലോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അതിന്റെ ബാക്കിപത്രം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. നമ്മൾ ചെയ്യണില്ല, ചെയ്തോടാ പറഞ്ഞ് നമ്മൾ ചെയ്യണില്ല. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോ മക്കൾ ചെയ്യും. അങ്ങനെ അത് തലമുറയായി ജനറേഷനോട് ഇങ്ങനെ താവഴിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊന്ന് പ്രിയപ്പെട്ടവരെ, അപ്പുറത്തും പാപ്പന മജ്‌ലിസാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പുറത്തും പാപ്പാന്റെ നേർച്ച അവസാനമായിരുന്നു.